മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയണത്, നമ്മളെ ബ്രെയിനിൻ്റെ സൈക്കോളജി എന്ന് പറയണത്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരിക്കലും ഗ്രോത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അത് കംഫർട്ടിനെയാണ് ഇഷ്ടപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ സ്നൂസ് ചെയ്യാൻ തോന്നുക, നമുക്ക് ഇൻസ്റ്റഗ്രാമോ മറ്റേതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്യാൻ തോന്നുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? നമ്മളെ ബ്രെയിൻ എപ്പോഴും അതിനിഷ്ടം എന്ന് പറയണത് പണിയെടുക്കാൻ താല്പര്യമില്ല, എനർജി സേവ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഡേ 13 ഓഫ് മൈ 1000 days ചാലഞ്ച്. ഈ രീതിയിൽ തന്നെയല്ലേ പടച്ചോനെ നമ്മളെ ക്രിയേറ്റർ നമ്മളെ പടച്ചു വിട്ടത്. നമ്മളിപ്പോൾ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തേക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നതെന്ന് അറിയുന്നത് നമ്മളെ ക്രിയേറ്റർ നമുക്ക് വേണ്ടിയിട്ട് 5 വക്ത് നിസ്കാരം തന്നൂലേ. പടച്ചോന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഈ നിസ്കാരം 7 ദിവസം 5 വക്ത് വെച്ചിട്ട് നമുക്ക് 35 വക്ത് നിസ്കാരം വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഒറ്റ ദിവസം കൊണ്ട് നിസ്കരിച്ച് തീർത്തിട്ട് ബാക്കി 6 ദിവസം വേണമെങ്കിൽ നിസ്കരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? 5 വക്ത് നിസ്കാരം രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്തിട്ട് വീണ്ടും പോവായിരുന്നു. പക്ഷെ ഇതിന്നൊക്കെ മാറിയിട്ട് 5 വക്തിനും കറക്റ്റായിട്ട് ഇടവേളകൾ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, അത് ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്താലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. സ്പിരിച്വലി ആവട്ടെ, മോറലി ആവട്ടെ, വേൾഡ്ലി മാറ്റേഴ്സ് ആവട്ടെ, അതിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തത്വം നമ്മൾ നമ്മുടെ ജീവിതത്തിലും പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഓൾ ടുമോറോ.